നാളെ ഇലക്ഷനായിട്ട് എല്ലാവർക്കും ലീവല്ലേ, നമുക്ക് വിട്ടാലോ? അത് ശരിയല്ല, അത് തെറിച്ചാലോ? എവിടേക്ക് ഇപ്പൊ പോവാ? നമുക്കേ ഊട്ടിക്ക് വിട്ടാലോ? വൈകിട്ട് വിട്ടു കഴിഞ്ഞാൽ വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ കാലത്ത് അവിടെ എത്തി. നാളെ അവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് വൈകിട്ട് തിരിച്ചിങ്ങോട്ട് പോരാം. അപ്പൊ മറ്റന്നാ കാലത്ത് ഇവിടെ എത്തി, പണിയും പോണില്ല. അപ്പൊ നമുക്ക് എനർജിയുടെ കാര്യം 2 ഫുള്ളും 6 ബീർ എന്റെ വക. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ വില്ലർമിക്ക് വിട്ടാലോ? വിട്ടാലോ? എന്താ പരിപാടി കാലത്ത് തന്നെ എല്ലാരും കൂടി? ഞങ്ങളേ നാളെ ഇലക്ഷനൊക്കെ ആയിട്ട് ലീവല്ലേ, ചുമ്മാ ഒരു ഊട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. അപ്പൊ വോട്ട് ചെയ്യണ്ടേ? ഞങ്ങളിപ്പോ വോട്ട് ചെയ്തിട്ട് എന്തൊക്കെ? എന്റെ പ്രതാപേട്ട, ഞങ്ങള് 3 പേര് ഇവിടെ വോട്ട് ചെയ്തില്ല എന്നായിട്ട് ഇവിടെ ഒരു മാറ്റം വരാൻ പോകില്ല. ഇലക്ഷൻ ദിവസം ലീവ് വന്നിട്ടുള്ളത് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ ട്രിപ്പ് പോകാനല്ല. അതൊക്കെ ശരിയേട്ടാ, പക്ഷെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. എടാ, നീ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ ഒരു മഴ പെയ്തപ്പോഴേക്കും അമ്പലത്തിന്റെ മുന്നിൽ റോഡൊക്കെ പൊളിഞ്ഞു പോയ കാര്യം? അതെ, ഞാൻ പറഞ്ഞതാ. ഒരു മഴ പെയ്താ പൊളിഞ്ഞു പോകാത്ത റോഡ് പണിയാനായിട്ടേ നമ്മുടെ അധികാരികൾ ഇപ്പോഴും പഠിച്ചിട്ടില്ലാന്നേ. അതെങ്ങനെ എല്ലാവരും കമ്മീഷനല്ല ആവശ്യം? 1 കോടി രൂപ റോഡിന് അനുവദിച്ച 60 ലക്ഷമാണ് റോഡിലേക്ക് എത്തുന്നത്. അത് തന്നെ എത്തിയ ഭാഗ്യം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണത് തെറ്റല്ലേ? തെറ്റാ? ഞങ്ങൾ എന്ത് തെറ്റിയത്? തെറ്റെന്ന് വെച്ചാലേ വോട്ട് ചെയ്യാത്ത നിങ്ങൾക്ക് പ്രതികരിക്കാൻ എങ്ങനെ അവകാശം? അല്ല പ്രധാട്ടാ, വോട്ട് ചെയ്തില്ല എന്ന് ചോദിച്ചിട്ട് പ്രതികരിക്കണോണ്ട് എന്താ കുഴപ്പം? ജനാധിപത്യം നിലനിൽക്കുന്നത് തന്നെ തെരഞ്ഞെടുപ്പിലാണ്. തെറ്റ് ചെയ്യുന്നവർ മാറ്റി നിർത്തി നല്ല ആളുകളെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുണ്ട്. ഞങ്ങൾ വായനശാലയുടെ ഒരു സർവേ ആയിട്ട് വന്നതാ. ഇവരും ഇലക്ഷൻ ചർച്ചയിലാണല്ലോ. നിങ്ങളുടെ ചർച്ചയൊക്കെ ഞങ്ങൾ കേട്ടു. നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ നമ്മുടെ വോട്ടുകളിലാണ്, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. വോട്ട് എന്നുള്ളത് ഒരു അവകാശം മാത്രമല്ല, ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ശരി, നിങ്ങൾ പറഞ്ഞതെല്ലാം അംഗീകരിക്കാം. ഞങ്ങൾ ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? 1981 കേരളപ്പിറവി ദിനത്തിൽ എറണാകുളത്തെ കളക്ടറേറ്റ് സ്ഥാപിച്ചത് കാക്കനാടാണ്. കാക്കനാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഒരു വാഹന സൗകര്യം പോലും ഇല്ലാത്ത ഒരു കാട് പിടിച്ച സ്ഥലം. എറണാകുളം ടൗണിൽ സ്ഥലം ഇല്ലാത്തത് കൊണ്ടല്ല, എന്നാൽ അന്നത്തെ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണമായിരുന്നു അത്. കാരണം 10-15 വർഷത്തിന് ശേഷം എറണാകുളം നഗരത്തിൽ വലിയ രീതിയിലുള്ള ട്രാഫിക് ഉണ്ടാകുമെന്നും ഈ കളക്ടറേറ്റ് കൂടി എറണാകുളത്ത് ടൗണിൽ തന്നെ വന്നു കഴിഞ്ഞാൽ എറണാകുളം പൂർണ്ണമായിട്ട് സ്തംഭിക്കുമെന്നും അന്നത്തെ ഭരണകൂടം ചിന്തിച്ചു. അതുമാത്രമല്ല, കാക്കനാട്ടേക്ക് മാറ്റുമ്പോൾ കാക്കനാടാണെങ്കിൽ ഡെവലപ്പായി വരുന്നുള്ളൊരു കാര്യമൊക്കെ അവർ മുൻകൂട്ടി ദീർഘവീക്ഷണത്തിൽ കണ്ടു. അങ്ങനെയാണ് അവിടേക്ക് മാറ്റണത്. അത്തരത്തിലുള്ള ദീർഘവീക്ഷണമുള്ള എത്ര നേതാക്കന്മാരുണ്ട് നമുക്കിന്ന്? ഇപ്പൊ ഇവിടെ എന്താ നടക്കണേ? 10 കൊല്ലം മുമ്പ് ആവശ്യമുള്ള സൗകര്യങ്ങള് ഇപ്പോഴാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാക്കനാട് ഇപ്പൊ IT ഹബ്ബാ. നിങ്ങൾ പറയണതൊക്കെ ശരിയാണ്, പക്ഷേ ആ പക്ഷേണ് ചേട്ടാ പ്രശ്നം. കൂടെ നിർത്തി സ്നേഹിച്ച് വളർത്തേണ്ട കുട്ടികളെ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ രക്ഷിതാക്കൾ യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ പറഞ്ഞയക്കാണ്, രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് വേദനയോടെ. ശരിയാണ്, ഒരുപാട് വിഷമിച്ചിട്ടാണ് രക്ഷിതാക്കൾ മക്കളെ പറഞ്ഞു വിടുന്നത്. മക്കളുടെ അവസ്ഥയും അതൊക്കെ തന്നെയാണ്, പക്ഷെ പോവേണ്ടി വരുന്നു. എന്തുകൊണ്ട് കുട്ടികൾക്ക് ഈ ദൈവത്തിന്റെ സ്വന്തം നാട് വിട്ട് പോകാൻ തോന്നുന്നത്? അത് നമ്മുടെ സിസ്റ്റത്തിന്റെ പരാജയമല്ലേ? ശരിയാണ്, നമ്മുടെ സിസ്റ്റത്തിൽ പല തകരാറുകളും സംഭവിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അധികാരത്തിലുള്ള പലരും കരുതുന്നത് ജനാധിപത്യം എന്നാൽ ജനങ്ങൾക്ക് മേലെ ആധിപത്യം എന്നാണ്. പക്ഷെ അതല്ല, ജനങ്ങൾക്കാണ് എല്ലാത്തിലും ആധിപത്യം എന്നുള്ളത് പലപ്പോഴും അവർ മറന്നുപോയാണ്. ശരിയാണ്, നമ്മുടെ അധികാര നിരയിൽ നിന്ന് ജനഹിതമല്ലാത്ത പല തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യാതിരിക്കല്ല വേണ്ടത്. വോട്ട് ചെയ്യുന്ന ഒരു പ്രതികരണം കൂടിയാണ്, തെറ്റുകൾക്കെതിരെയുള്ള പ്രതികരണം. എന്നാ പറ, ഞങ്ങൾ ആർക്കാ വോട്ട് ചെയ്യണ്ടേ? നല്ല സ്വഭാവവും കഴിവും പ്രതിബദ്ധതയുമുള്ള നല്ല സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യുക എന്നത് വെറുതെ ബട്ടണിൽ പ്രസ് ചെയ്യുക മാത്രമല്ല, അത് നമ്മുടെ ശബ്ദമാണ്, അത് നമ്മുടെ പ്രതികരണമാണ്, അത് നമ്മുടെ അവകാശമാണ്, അതാണ് നമ്മുടെ ഭാവി. അതുകൊണ്ട് എല്ലാം ശ്രദ്ധിച്ച് വേണം വോട്ട് രേഖപ്പെടുത്താൻ. നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഭാവി മറ്റൊരാൾ തീരുമാനിക്കും. അതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യണം. തീർച്ചയായിട്ടും വന്നേ, നമുക്കെന്നാ പിന്നെ ഊട്ടി ട്രിപ്പ് പിന്നെ എത്തിക്കാക്കിയാലോ? അപ്പൊ ഊട്ടിക്ക് പകരം വോട്ട്. ഊട്ടിക്ക് പകരം വോട്ട്. പ്രധാനപ്പെട്ട നിങ്ങളൊക്കെ ഇത്രയും പറഞ്ഞതല്ലേ, ഞങ്ങൾ ഊട്ടിക്ക് പോകണില്ല, ഞങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ ചെയ്യണം. ആദ്യം വോട്ട്, എന്നിട്ടാകാം മറ്റെന്തും. നല്ലൊരു നാളേക്കായി നമുക്ക് ശ്രമിക്കാം. നമ്മുടെ നാട് നന്നാവാൻ, നാടിൻ്റെ നന്മയ്ക്കായി ഒരു വോട്ട്.